നമസ്കാരം. വായിലെ ക്യാൻസർ പ്രതിരോധിക്കാനും പ്രാഥമിക ഘട്ടത്തിലെ രോഗബാധ നിയന്ത്രിക്കാനും വെർജിൻ വെളിച്ചെണ്ണയ്ക്ക് കഴിയുമെന്ന് ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ നടത്തിയ പഠനം. എയിംസ് ഭുവനേശ്വരിലെ ഡോക്ടർ സൌരവ് സർക്കാർ, ഡോക്ടർ അശോക് കുമാർ ജേന, ഡോക്ടർ അമിത് ഘോഷ്, ഡോക്ടർ സി പ്രീതം, ഡോക്ടർ സുവേന്ദു പുർക്കായത്ത് എന്നിവരുടെ നേതൃത്വത്തിൽ 62 രോഗികളിൽ 12 ആഴ്ച നടത്തിയ പഠനത്തിൽ രോഗനിയന്ത്രണത്തിന് സഹായകമായ ഒട്ടേറെ ഘടകങ്ങളുണ്ടെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. വെർജിൻ വെളിച്ചെണ്ണ വായിൽ പുരട്ടുന്ന ഓയിന്റ്മെന്റായി മാറ്റാനുള്ള ഗവേഷണം ഈ സാഹചര്യത്തിൽ പുരോഗമിക്കുകയാണ്. വായിലെ മുറിവുകൾ ക്യാൻസറായി മാറുന്നത് പൂർണ്ണമായി തടയാനും 1-2 ഘട്ടത്തിലുള്ള ഇത്തരം ക്യാൻസറിന്റെ വ്യാപനം തടയാനും വെർജിൻ വെളിച്ചെണ്ണ കവിൾകൊള്ളുന്നതിലൂടെ കഴിയുമെന്നാണ് ഗവേഷകർ പറയുന്നത്. ക്യാൻസർ ബാധിതരും ക്യാൻസറിന് കാരണമായ മുറിവുള്ളവരുമായ 62 ആളുകളെ 2 വിഭാഗമായി തിരിച്ചായിരുന്നു പഠനം. ഒരു വിഭാഗത്തിന് വെളിച്ചെണ്ണ ദിവസം 4 നേരം കവിൾകൊള്ളാൻ നൽകി. ഇവരുടെ മുറിവ് വേഗത്തിൽ ഭേദപ്പെട്ടു. ക്യാൻസറിന്റെ പ്രാരംഭഘട്ടത്തിലുള്ളവർക്ക് രോഗവ്യാപനത്തിൽ കാര്യമായ കുറവുള്ളതായും പരിശോധനയിൽ വ്യക്തമായി. കേന്ദ്ര നാളികേര വികസന ബോർഡിന്റെ പിന്തുണയോടെയായിരുന്നു പഠനം. എല്ലാ എണ്ണകളുടെയും മാതാവായി അറിയപ്പെടുന്ന വെർജിൻ വെളിച്ചെണ്ണ തേങ്ങാപ്പാലിൽ നിന്നാണ് പരമ്പരാഗതമായ രീതിയിൽ വേർതിരിച്ചെടുക്കുന്നത്. തേങ്ങാപ്പാൽ മാത്രം ഉപയോഗിച്ചാണ് വെർജിൻ വെളിച്ചെണ്ണ തയ്യാറാക്കുന്നത്. വർഷങ്ങളായി ആയുർവേദം ശുപാർശ ചെയ്യുന്ന അപൂർവ ഔഷധമാണിത്. വെർജിൻ വെളിച്ചെണ്ണയിൽ മുലപ്പാലിൽ കാണപ്പെടുന്ന മീഡിയം ചെയിൻ ഫാറ്റി ആസിഡുകളും മോണോഗ്ലൈസറൈഡുകളും അടങ്ങിയിട്ടുണ്ട്. മുലപ്പാൽ കഴിഞ്ഞാൽ ലോറിക് ആസിഡിന്റെ ഏറ്റവും വലിയ രണ്ടാമത്തെ ഉറവിടമാണ് വെർജിൻ വെളിച്ചെണ്ണ. ഇത് ബാക്ടീരിയകളെയും വൈറസുകളെയും നശിപ്പിക്കും. തലയിൽ തേക്കാനും ദേഹത്ത് പുരട്ടാനും കുഞ്ഞുങ്ങളെ കുളിപ്പിക്കാനും നാവിൽ തൊടാനും പൂർവികർ വെർജിൻ വെളിച്ചെണ്ണ ഉപയോഗിച്ചിരുന്നു. കുട്ടികളിലെ എല്ലാ ത്വക്ക് രോഗങ്ങൾക്കും വെർജിൻ വെളിച്ചെണ്ണ പഴമക്കാർ ഉപയോഗിച്ചു വന്നിരുന്നതാണ്. പ്രസവശേഷം വയറിലെ പാടുകൾ നീക്കം ചെയ്യാനും ഇത് സ്ത്രീകൾ ഉപയോഗിച്ചു വരുന്നു. വ്രണങ്ങളിലും മുറിവുകളിലും വെർജിൻ വെളിച്ചെണ്ണ പുരട്ടുന്നത് പതിവായിരുന്നു. ഇന്ന് വിപണിയിൽ ലഭ്യമായ മിനറൽ ഓയിലും രാസവസ്തുക്കളും അടങ്ങിയ ബേബി ഓയിലുകൾ കുഞ്ഞുങ്ങൾക്ക് ഗുണം മാത്രമല്ല ദോഷവും ഉണ്ടാക്കുന്നുണ്ട്. അതിനാൽ തന്നെ ഇന്ന് ലഭ്യമായ ഏറ്റവും മികച്ച ബേബി ഓയിലുകളിൽ ഒന്നാണ് വെർജിൻ കോക്കനട്ട് ഓയിൽ. മുതിർന്നവരിൽ രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ ഉപയോഗം ത്വരിതപ്പെടുത്തുന്നതിനും ഇൻസുലിൻ ഉൽപാദനം വർദ്ധിപ്പിക്കാനും ചെയ്യുന്നതിനാൽ പ്രമേഹം നിയന്ത്രിക്കുന്നതിനുള്ള മികച്ച ഉപകരണമാണിത്. വെർജിൻ വെളിച്ചെണ്ണ ഹൃദയത്തെ സംരക്ഷിക്കുകയും ഹൃദ്രോഗത്തെ തടയുകയും ചെയ്യുന്ന നല്ല കൊളസ്ട്രോളിന്റെ അളവ് വർദ്ധിപ്പിക്കുകയും ക്യാൻസർ പോലുള്ള രോഗങ്ങൾക്കെതിരെ പ്രതിരോധശേഷി ശക്തിപ്പെടുത്താനും എയ്ഡ്സ് രോഗികളിൽ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. ചുരുക്കത്തിൽ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ കഴിക്കാവുന്ന ഒരു മികച്ച ടോണിക് ആണ് വെർജിൻ കോക്കനട്ട് ഓയിൽ. കുളിക്കുന്നതിന് മുൻപ് വെർജിൻ വെളിച്ചെണ്ണ തേക്കുന്നത് ചർമ്മത്തിലെ ചുളിവുകൾ തടയാനും യുവത്വം നിലനിർത്താനും സഹായിക്കും. വെളിച്ചെണ്ണ ഭക്ഷണം, മരുന്ന്, സൗന്ദര്യവർദ്ധക വസ്തുക്കൾ എന്നിവയിൽ വെർജിൻ വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നു. വെർജിൻ കോക്കനട്ട് ഓയിലിന് വിദേശികൾ വിശേഷിപ്പിക്കുന്നത് 100% ശുദ്ധവും ജൈവവും പ്രകൃതിദത്തവുമായ എണ്ണ എന്നാണ്. എയ്ഡ്സ് രോഗികളിൽ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്നതിന് വെർജിൻ വെളിച്ചെണ്ണ ഫലപ്രദമാണെന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ ഉപയോഗം ത്വരിതപ്പെടുത്തുകയും ഇൻസുലിൻ ഉൽപാദനം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നതിനാൽ വെർജിൻ വെളിച്ചെണ്ണ പ്രമേഹ രോഗികൾക്കും വളരെ ഫലപ്രദമാണെന്ന് നേരത്തെ കണ്ടെത്തിയിട്ടുണ്ട്. ശുദ്ധമായ തേങ്ങാപ്പാലിൽ നിന്നാണ് ഇത് നിർമ്മിക്കുന്നത്. പഴുത്ത തേങ്ങയും വെർജിൻ വെളിച്ചെണ്ണയും കഴിച്ചാൽ ശരീരത്തിനുള്ളിലെ മുറിവുകൾ ഉണങ്ങുമെന്ന് മുൻപുള്ളവർ വിശ്വസിച്ചിരുന്നു. പ്രസവ സമയത്ത് സ്ത്രീകൾക്കുണ്ടാകുന്ന മുറിവുകൾ ഉണങ്ങാൻ ഈ വെളിച്ചെണ്ണ വളരെ ഫലപ്രദമാണെന്ന് ആയുർവേദവും പറയുമ്പോഴാണ് വായിലെ ക്യാൻസർ പ്രതിരോധിക്കാനും രോഗബാധ നിയന്ത്രിക്കാനും വെർജിൻ വെളിച്ചെണ്ണയ്ക്ക് കഴിയുമെന്ന കണ്ടെത്തൽ പുറത്തു വന്നിരിക്കുന്നത്.